Meet the editors. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് വീണ്ടും തിരിച്ചടിയുണ്ടായിരിക്കുന്നു. ബോണ്ടിന്റെ തിരിച്ചറിയൽ നമ്പറുകൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്ന് SBIയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികൾ ആരുടെ പണം സ്വീകരിച്ചു എന്നതിന്റെ രേഖകൾ എന്തുകൊണ്ട് കൈമാറുന്നില്ല എന്നും കോടതി ചോദിച്ചു. തിങ്കളാഴ്ച SBI കോടതിയിൽ മറുപടി നൽകണം. തിരഞ്ഞെടുപ്പ് ബോണ്ട് കേസ് സുപ്രീം കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് സുതാര്യത അത്യാവശ്യമാണെന്ന പ്രഖ്യാപനമായിരുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിലെ സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഫെബ്രുവരി 15 വിധിന്യായത്തിലൂടെ ബോണ്ട് രീതി റദ്ദാക്കിയപ്പോൾ 2019 ഏപ്രിൽ 12 മുതൽ വിനിമയം ചെയ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ബോണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് പൊതു തിരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടാനുള്ള കേന്ദ്ര ശ്രമത്തിനുമേലും കോടതിയുടെ പിടിവീണു. തിരിച്ചറിയൽ നമ്പറുകൾ ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. ഓരോ ബോണ്ടിന്റെയും തിരിച്ചറിയൽ നമ്പർ കൂടി പ്രസിദ്ധീകരിക്കുന്നതോടെ ആര് എത്ര തുക ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയെന്ന വിവരം കൂടി പുറത്തുവരേണ്ടതുണ്ട്. ബോണ്ട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. സംശയകരമായ നിരവധി വിവരങ്ങൾ പുറത്തുവരാനുണ്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൂട്ടിച്ചേർക്കുന്നു. സ്വതന്ത്ര ഇന്ത്യ ഏറ്റവും വലിയ കുംഭകോണത്തിന് നേതൃത്വം നൽകിയത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെന്നാണ് സീതാറാം യെച്ചൂരിയുടെ വിമർശനം. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. ബോണ്ടിൽ ഒത്തുകളിയോ എന്നതാണ് ചോദ്യം. സുജിയ, ബോണ്ടിൽ ഒത്തുകളിയോ എന്ന ചോദ്യം വരുമ്പോൾ കേന്ദ്ര സർക്കാരും പൊതുമേഖലാ ബാങ്കും തമ്മിൽ ഒത്തുകളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പൊതുമേഖലാ ബാങ്കുമായുള്ള ഒത്തുകളി എന്നത് ഞാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നില്ല. പക്ഷേ എനിക്ക് മറ്റൊരു വിഷയമാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും അധികം പണം സംഭാവന നൽകിയ കമ്പനികളുടെ വിവരങ്ങൾ പുറത്തുവരികയാണ്. ആ കമ്പനികളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ പോകേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് 22,030 ബോണ്ട് അത്രയുമാണ് പാർട്ടികൾ പണമാക്കി മാറ്റിയത്. ആകെ വാങ്ങിയത് 22,217 ബോണ്ടുകൾ. ഇതിൽ SBIയുടെ ചെയർമാൻ ദിനേശ് കുമാർ ഖാര സത്യവാങ്മൂലം നൽകിയത് എല്ലാ വിവരങ്ങളും ഞങ്ങൾ കൈമാറിയെന്നാണ്. പക്ഷേ ആ നൽകിയ വിവരങ്ങൾ പൂർണ്ണമല്ല എന്ന് വ്യക്തമാക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇതിൽ ആശങ്കാജനകമായിട്ടുള്ള കാര്യം. അതിൽ സർക്കാരും SBIയും തമ്മിലുള്ള ഒത്തുകളി എന്നതിനേക്കാളും വിവരങ്ങൾ സംയോജിപ്പിക്കാതെ ഒരു പൊതുമേഖലാ ബാങ്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടത്തിയത് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് 2018 ജനുവരി 3 ഈ ബോണ്ട് പദ്ധതി അത് നടപ്പാക്കിയതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ, അതിലെ സുതാര്യത, അതിലേക്കാണ് ഇനിയിപ്പോൾ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതിലൂടെ കാര്യങ്ങൾ എത്തേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ള ആദ്യ 3 പേരുകാർ തന്നെയാണ്. ഈ ഫ്യൂച്ചർ ഗെയിമിംഗ്, സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് വാങ്ങിയത് 1386 കോടിയുടെ ബോണ്ടാണ്. ആ ബോണ്ട് വാങ്ങിയ കാലയളവ്, അതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വളരെ കൃത്യമായി പുറത്തു വരുന്നത്. എപ്പോഴാണ്, ഏത് തീയതിക്ക് ശേഷമാണ്, ആ കാലയളവിൽ എന്ത് അന്വേഷണമാണ് നടന്നുകൊണ്ടിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരികയാണ്. അപ്പോൾ വിവിധ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ ഈ പണം, അല്ലെങ്കിൽ BJPക്ക് ഈ പണം നൽകിയത് ഏത് കാലഘട്ടത്തിലാണ്, അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിലേക്കാണ് ഇപ്പോഴത്തെ രേഖകൾ വെളിച്ചം വീശുന്നതാണ് ഞാൻ കരുതുന്നത്. അതിൽ ബാങ്കും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള, പൊതുമേഖലാ ബാങ്കും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒത്തുകളി എന്നതിനേക്കാൾ ഉപരി ഈ കമ്പനികൾക്ക് സർക്കാരിൽ നിന്ന് നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന്, അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ടിരിക്കുന്ന കേസുകളിൽ നിന്ന് ഒഴിവാകുന്നതിന്, നടപടികൾ വൈകിപ്പിക്കുന്നതിന് ഒക്കെയായി ഈ ബോണ്ടുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്നതിലാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു അനുമാനം. കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം നേരിടുന്ന കമ്പനി അടക്കം ഈ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടുകയാണ്. 1-2 രൂപയ്ക്കല്ല, 1386 കോടി രൂപയുടെ ബോണ്ട് വാങ്ങുന്ന കമ്പനി 2019 തുടക്കത്തിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം നേരിടുന്ന ഈ ഫ്യൂച്ചർ ഗെയിമിംഗ് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ്. 100 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നത് അവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് തൊട്ട് പിന്നാലെയാണ്, EDയുടെ അന്വേഷണം നടക്കുമ്പോഴാണ്. അപ്പോൾ ഈ മേഘ എഞ്ചിനീയറിംഗ്, ഈ ടണൽ പ്രോജക്റ്റ് അടക്കം ഇവർ ഈ സ്വന്തമാക്കുന്ന പ്രോജക്റ്റുകൾ, ഇവരുൾപ്പെടുന്ന കാര്യങ്ങൾ, അതിലേക്കൊക്കെയുള്ള വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ സാന്റിയാഗോ മാർട്ടിൻ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ്. സാന്റിയാഗോ മാർട്ടിൻ അറിയാമല്ലോ, ദേശാഭിമാനി കണക്ഷനൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മളേറെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ എവിടെയും അധികാരത്തിൽ ഉള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടി ഈ പണമിറക്കി കളിക്കുന്ന സാന്റിയാഗോ മാർട്ടിൻ ഈ കാര്യത്തിലും അങ്ങനെ തന്നെ
ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. ഇതിൽ പാർട്ടികൾ പണമാക്കി മാറ്റിയതിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ BRS അടക്കമുള്ള മറ്റു പാർട്ടികളും ഇതേപോലെ തന്നെ വിവിധ പ്രോജക്റ്റുകൾ കൊടുക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഈ ബോണ്ട് ഒരു ആയുധമായി അവിടെ നിൽക്കുകയാണ്. അതായത് കൃത്യമായി പണം നൽകുന്നു. അതേസമയം നമ്മൾ നേരത്തെ കരുതിയിരുന്നത് അദാനിയുടേതൊക്കെ പേരുകൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ അദാനിയാണ് ഏറ്റവും വലിയ പവർ സോഴ്സായി നിൽക്കുന്നത്. പക്ഷേ ആ ഒരു ഡീലിന്റെ ഒരറ്റത്തേക്ക് പോലും ചെന്ന് തൊടുന്നില്ല എന്നുള്ളതാണ്. 2018-2019 ഇല്ല. അതായത് ഇങ്ങനെ ഈ ഒരു ചെന്ന് അവരിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ ഒന്നും വരുന്നില്ല. ഈ കണക്കുകളിൽ ഒരിടത്തും, അതായത് 22,217 ബോണ്ടുകൾ വാങ്ങുന്നു. അതിൽ ഈ കാലപരിധി കഴിഞ്ഞപ്പോൾ കുറെ എണ്ണം ദുരിതാശ്വാസ നിധിയിലേക്ക് പോവുകയാണ്. 22,030 ബോണ്ടുകൾ മാത്രമാണ് പാർട്ടികൾ പണമാക്കി മാറ്റിയത്. അപ്പോൾ ഈ 1,368 കോടിയുടെ സാന്റിയാഗോ മാർട്ടിന്റെ ബോണ്ടുകളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും ഫോക്കസ് എന്ന് പറയുന്നത് ഈ 3 കമ്പനികളിലേക്കാണ്. അപ്പോൾ അദാനി എന്ന പേര് അവിടേക്ക് ആ ഒരിടത്തേക്കും കണക്ട് ചെയ്യാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞു, 2018 മുതൽ 2019 വരെയുള്ള 2,500 കോടിയുടെ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അദാനി അംബാനി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അതുകൂടെ പറയാൻ പറ്റില്ല. ഞാനതാണ് സർ, അതായത് ഈ പെൻഡ്രൈവിലാക്കിയാണല്ലോ വിവരങ്ങൾ കൊടുത്തത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആ വിവരങ്ങളിലേക്ക് മാത്രം ഫോക്കസ് പോകുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം അതാണ്. അതായത് ഈ ലോട്ടറി കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ്, മേഘ എഞ്ചിനീയറിംഗ്, ഖനന ഭീമന്മാരായ വേദാന്ത ലിമിറ്റഡ്, ഈ 3 സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ഈ 3 കമ്പനി ഉടമകളെയാണ് ഇപ്പോൾ പ്രധാനമായും എടുത്തു കാട്ടുന്നത്. ഏത് മാധ്യമം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലേക്ക് മാത്രമാണ് ഈ ശ്രദ്ധ പോകുന്നത്. പിന്നെ SBI സമർപ്പിച്ച കണക്കുകളിൽ ഇതിലിപ്പോൾ ഒത്തുകളി എന്നുള്ളതിനേക്കാൾ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. EDയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടോ? അതിലേക്കാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഈ ക്വിക്ക് സപ്ലൈ ചെയിൻ എന്നുള്ള കമ്പനി റിലയൻസുമായി ബന്ധമുള്ള അത് അവർ നിഷേധിച്ചിട്ടുമുണ്ട്. അതായത് ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാപനമാണ് എന്ന ആരോപണം ഉയരുന്നു. അത് റിലയൻസ് നിഷേധിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഡയറക്റ്റ് ആയിട്ട് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇടതുപക്ഷവും സീതാറാം യെച്ചൂരിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ്, അദാനിമാരെ സഹായിക്കുന്നു. പക്ഷെ അദാനിയും അംബാനിയൊന്നും ഇല്ലല്ലോ. വിവരങ്ങൾ വരാനിരിക്കുന്നു, മുഴുവൻ വിവരം തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോടതിയിൽ ഒരു മിനിറ്റ്, ഈ ഒത്തുകളി എന്നുള്ള ചോദ്യം നമ്മൾ എടുക്കുന്നത് SBIയോടാണ് കോടതി ചോദിക്കുന്നത്. SBI ആണ് കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ മറച്ചു വെച്ചു എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ ആണ് എന്ന് എങ്ങനെ സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള വളരെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയൂ. അതായത് SBIക്ക് അവർ കൊടുക്കുന്ന രേഖകളിൽ പൊരുത്തക്കേടുണ്ട്, അത് നമുക്ക് ആരോപിക്കാം. ആ പൊരുത്തക്കേട് അവർ വ്യക്തമാക്കണം. അതിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്ന് ആട്രിബ്യൂട്ട് ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രം മതി. ഈ അത്രയും സാവകാശമാണ് ആവശ്യപ്പെട്ടത്. ജൂൺ 30 വരെ സാവകാശം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമം SBI നടത്തുമ്പോൾ അത് ആരെ സഹായിക്കാനാണ്? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതേ പാർട്ടി തന്നെയല്ലേ അധികാരത്തിൽ വരാൻ പോകുന്നത്, അപ്പോൾ ഒട്ടും പുറത്തു വരില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ വാദം, ആ ഒരു അസംഷൻ എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പുറത്തു വരികയില്ല എന്ന് സ്ഥാപിക്കേണ്ടി വരും. ഇവിടെ എന്താണ് കണ്ടെത്തേണ്ടിയിരുന്നത്? ഈ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആവർത്തിച്ച് അറിയാനിരുന്നത് എന്താണ്? അദാനി എത്ര ബോണ്ട് വാങ്ങി, അദാനി എത്ര കോടി കൊടുത്തു? അദാനി 1 കോടി പോലും കൊടുത്തിട്ടില്ല. അദാനിയിലേക്ക് സുജയ് എന്തിനാണ് ചുരുക്കുന്നത്? 14 കമ്പനികൾ. ഈ 14 കമ്പനികൾ എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം പ്രഖ്യാപിച്ച കമ്പനികളാണ്. മുതലാളിത്തത്തെ കുറിച്ച് നരേന്ദ്രമോദിയെ കൺട്രോൾ ചെയ്യുന്ന അദാനിയെ കുറിച്ചാണ്. ഇവിടെ അദാനി എവിടെ ഇനി വരുന്നേ? അദാനി ഇല്ല. അടുത്ത 1 വർഷത്തെ വിവരങ്ങൾ ഇനി കൊടുക്കണമല്ലോ. ഇനിയും കോടതിക്ക് വിവരങ്ങൾ നൽകേണ്ടതുണ്ടല്ലോ. അപ്പോൾ നോക്കാം നമുക്ക്. അദാനി ഇല്ല, ഇതുവരെ ഇല്ല എന്ന് സമ്മതിക്കാം. അദാനി എന്നതിലേക്ക് ചുരുക്കിയാണ് സുജയ. സുജയ അത് വളരെ ബോധപൂർവം അതിനെ വഴിതിരിച്ചു വിടുകയാണ്. നോക്കൂ, അദാനിയും അംബാനിയും ഇതിപ്പോൾ 1 ലക്ഷം കോടി രൂപ. നോക്കൂ, ഈ ലോകം കണ്ട ഏറ്റവും ചെലവേറിയ തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. $8.7 ബില്യൺ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ചെലവ്. 2014 തെരഞ്ഞെടുപ്പിൻ്റെ ഇരട്ടി. നോക്കൂ, അമേരിക്കയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ തുകയാണ് ഇന്ത്യ അതിൻ്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടി നടത്തുന്നത്. അപ്പോൾ 2019 ആ നിലയിൽ അതാരെ കണ്ടെത്തിയിരിക്കുന്ന ബ്ലൂംബർഗാണ്. അപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അപ്പോൾ ഏതാണ്ട് 1 ലക്ഷം കോടിയുടെ 5000 കോടി മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ വരുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക്. അപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി, ഒരു 20 ഇരട്ടി ചിലവുണ്ട്. അപ്പോൾ പിന്നെ അദാനിയോ അംബാനിയോ ഇതിനകത്ത് വരില്ല. ഇത് ക്വിഡ് പ്രോക്കോ ആണ്. എന്താണ് ക്വിഡ് പ്രോക്കോ? നിങ്ങളൊരു പ്രൊജക്റ്റിന് വേണ്ടി പണം നൽകുക,
നിങ്ങൾക്ക് ED അന്വേഷണം വരുമ്പോൾ ഒരു കൈക്കൂലി കൊടുക്കുന്നത് പോലെ നമ്മൾ സബ് ഇൻസ്പെക്ടർക്കും DYSPക്കും കൈക്കൂലി കൊടുക്കുന്ന പോലെ കൈക്കൂലി കൊടുക്കുകയാണ് പ്രധാനപ്പെട്ട ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്. അതൊന്നും അംബാനിക്കും അദാനിക്കും ചെയ്യേണ്ടതില്ല. നമ്മുടെ ചോദ്യം എന്താണ്? ബോണ്ടിൽ ഒത്തുകളിയോ എന്നുള്ളതാണ്. ബോണ്ടിൽ ഒത്തുകളിയോ എന്നുള്ള ചോദ്യത്തിന് എന്താ സംശയം എന്നുള്ളതാണ് മറുപടി, അല്ലാണ്ട് എസ് എന്നല്ല മറുപടി. നോക്കൂ എന്തുകൊണ്ടാണത്. 2017 ഇലക്ട്രൽ ബോണ്ടിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് വന്നത്. 2017 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യം മുഴുവൻ മുറവിളി ഉയർന്നിരുന്നു. ഇലക്ട്രൽ ബോണ്ട് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് വാദത്തിന് എടുത്തത് സമീപകാലത്താണ്. ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. രണ്ടാമത്തേത്, ഈ ഉത്തരവ് വന്നതിന് ശേഷം, അതായത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും ആർട്ടിക്കിൾ 19(1)A ലംഘനമാണ് എന്നും പറഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്? ഈ കാലത്തായിരുന്നു കുചേലൻ ശ്രീകൃഷ്ണനെ അവൽ കൊണ്ടു കൊടുത്തിരുന്നത് എങ്കിൽ അതും അഴിമതിയാകുമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദി സുപ്രീം കോടതിയെ വിമർശിക്കുന്ന കണ്ടില്ല. ഇവിടെ സുപ്രീം കോടതിയെ പരോക്ഷമായി നരേന്ദ്രമോദി വിമർശിക്കുന്നു എന്ന് വരുന്നത് അദ്ദേഹത്തെ അത് വല്ലാതെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ അത് വല്ലാതെ ഹർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താലാണ്. 3, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തുകൊണ്ടാണ് ജൂൺ 30 വരെയുള്ള കാലതാമസം ചോദിച്ചത്? ഈ വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അതിനകത്തില്ല. 2018 മാർച്ച് മുതൽ 2019 ഏപ്രിൽ വരെയുള്ള 2500 കോടിയുടെ വിവരങ്ങളില്ല. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് വന്നാൽ മതി അടുത്ത തവണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ വിവരങ്ങൾ തന്നെ കൊടുത്തത് എങ്ങനെയാണ്? സുപ്രീം കോടതി പറഞ്ഞു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡ് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചോദ്യം ബോണ്ടിൽ ഒത്തുകളിയാണോ എന്നുള്ളതാണ് എങ്കിൽ ഒത്തുകളി എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി കേന്ദ്ര സർക്കാരിന് വേണ്ടി അടിമപ്പണി ചെയ്യുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ കണക്കൊക്കെ അറിയാം അല്ലേ? രാജ്യത്തെ കോർപ്പറേറ്റ് ഹൗസുകൾ നേരിട്ടും പരോക്ഷമായും സബ്സിഡറി മുഖാന്തരവുമാണ് ഈ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത്. 10 വലിയ കോർപ്പറേറ്റ് ഹൗസുകളാണ് 5400 കോടിയുടെ 45% വാങ്ങിയിരിക്കുന്നത്. പലർക്കും നേരിട്ടല്ല സബ്സിഡറി വഴിയാണെന്നുള്ള കണക്കൊക്കെ അറിയാമെന്നുള്ളതാണ്. നോക്കിയത് ഞാനിതിനെ കാണുന്നത്, നേരത്തെ തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ബോംബെയിൽ 1970കളിലും 80കളിലും ഒക്കെ തന്നെയും ഈ അണ്ടർവേൾഡ് സജീവമായിരുന്നു. പ്രോഫിറ്റിൻ്റെ നിശ്ചിത ശതമാനം നമ്മൾ അണ്ടർവേൾഡ് കിങ്സിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ സുരക്ഷയും ആ പ്രൊജക്റ്റ് നടത്താനുള്ള അവസരം. നമ്മളിപ്പോൾ ഇവിടെ ഒരു വലിയൊരു തൂണ് നാട്ടി ഒരു വ്യവസായ സ്ഥാപനം നടത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു അണ്ടർവേൾഡ് കിങ് വരും, എന്നിട്ട് പറയും ഈ പ്രദേശം എൻ്റെ പരിധിയിൽപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന വ്യവസായശാല എത്രയാണ്, എന്താണ് അതിൻ്റെ മുതൽ മുടക്ക് എത്രയാണ്, 500 കോടിയാണോ, ശരി 50 കോടി എനിക്ക് തന്നേക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷാ വ്യവസായം നടത്താനുള്ള അനുമതി. എന്നതുപോലെയും പാകിസ്ഥാനിൽ ബേനസീർ ഭൂട്ടോ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ബേനസീർ ഭൂട്ടോ വിദേശ രാജ്യങ്ങളിൽ പോയി നിക്ഷേപം സമാഹരിക്കും. ആ നിക്ഷേപം സമാഹരിക്കുമ്പം ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് അന്നത്തെ ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവ് ആസിഫ് അലി സർദാരി കൂടെ പോവും. എന്നിട്ട് ഒരു ഡീൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ ചെവി പോയിട്ട് സർദാരി പറയും 10% എനിക്കാണ് കേട്ടോ, 10% എനിക്കാണെന്ന് പറയും. അങ്ങനെ മിസ്റ്റർ 10% എന്നാണ് ആസിഫ് അലി സർദാരി അറിയപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്നല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ള ബ്രിട്ടീഷുകാരെ എങ്ങനെയാണോ ഈ രാജ്യത്തെ കൊള്ളയടിച്ചത് സമാനമായ വിധത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ക്വിഡ് പ്രോ ക്വോയിലൂടെ രാജ്യത്തെ വ്യവസായികളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എംബ്രാസിംഗ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയതിൻ്റെ കാരണമാണ് ആരൊക്കെയാണ് ഈ പണം നൽകിയിരിക്കുന്നത് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതിലൂടെ ബോധ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഇപ്പോൾ പുറത്തു വരുന്ന ഡാറ്റയൊക്കെ തന്നെയും ആളുകളൊക്കെ സമാഹരിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം. മാർട്ടിനെക്കുറിച്ച് ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു വ്യവസായിയാണല്ലോ മാർട്ടിൻ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൂചന നൽകി. അതായത് അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി സാന്റിയാഗോ മാർട്ടിൻ ശ്രമിച്ചത് ഏതൊക്കെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടാണെന്ന് അറിയാമോ? വെറും സംസ്ഥാന സർക്കാരെയും രാഷ്ട്രീയ പാർട്ടികളെയും മാത്രമല്ല,
ഒരു പരിധിവരെ കോടതിയെ സ്വാധീനിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ സാന്റിയാഗോ മാർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കോടതി അതിന് വഴങ്ങിയിട്ടില്ല എന്ന് നമുക്കറിയാം. ആ നിലയിൽ കേരളം കേരളം കുട്ടിച്ചോറാകാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരുന്നു അന്യസംസ്ഥാന ലോട്ടറി. നമുക്ക് ലോട്ടറിയോടൊരു അഭിനിവേശമുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ശക്തമായ ലോട്ടറി പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അത് സംസ്ഥാന ലോട്ടറി ആയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ വലിയ നിലയിലൊരു ചൂതാട്ടത്തിൻ്റെ നിലവാരത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അന്യസംസ്ഥാന ലോട്ടറിയുടെ കൊണ്ടുവരാൻ വേണ്ടി കോടികൾ ഒഴുക്കിയിരുന്നു. ഞാനന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാനൊരു ടെലിവിഷൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ മുന്നിൽ സ്വാധീനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 ഓഫറുകളുണ്ടായിരുന്നു. ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഓഫർ, ഒന്ന് ഈ സാന്റിയാഗോ മാർട്ടിനെ പോലുള്ള അന്യസംസ്ഥാന ലോട്ടറിക്കാരുടെ ഓഫർ. സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞിരുന്നത് 3% ലോട്ടറി വിറ്റുവരവിൻ്റെ 3% പരസ്യമായി നൽകാം. അപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്ന പണം പരസ്യമായി നൽകാം എന്നായിരുന്നു. അപ്പോൾ ആ വലിയ ടെംപ്റ്റേഷൻ ഒഴിവാക്കിക്കൊണ്ടാണ് അന്ന് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ നിന്നത്. കേരള സംസ്ഥാന സർക്കാർ പിന്നീട് 3% തന്നിട്ടില്ല, അത് പക്ഷേ എങ്കിൽ പോലും അന്ന് ഒന്നിച്ചു നിന്നു. VS അച്യുതാനന്ദൻ്റെ പോരാട്ടം ഓർമ്മയില്ലേ? അന്ന് ആ കാലഘട്ടത്തിൽ വലിയ പോരാട്ടം കേരള സമൂഹം ആകെ നടത്തിക്കൊണ്ടാണ് സാന്റിയാഗോ മാർട്ടിനെയൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സാന്റിയാഗോ മാർട്ടിന് 1368 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ആ 1368 രൂപ 409 കോടി രൂപ ED റെയ്ഡ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 5 ദിവസങ്ങൾക്കുള്ളിൽ നോക്കൂ, എൻ്റെ കമ്പനിയിൽ വന്ന് ED റെയ്ഡ് നടത്തുകയും എൻ്റെ 409 കോടി രൂപ ഫ്രീസ് ചെയ്യുകയും ചെയ്ത് വെറും 5 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, രാഷ്ട്രീയ പാർട്ടിക്ക് 100 കോടി രൂപയുടെ ബോണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. മേഘ എഞ്ചിനീയറിംഗ് 140 കോടി രൂപയുടെ ബോണ്ട് വാങ്ങി 1 മാസത്തിന് ശേഷം 14,400 കോടിയുടെ മഹാരാഷ്ട്ര ട്വിൻ ടണൽ പ്രൊജക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അവരുടെ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ആ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വൻപൻ തുകയുടെ പ്രൊജക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഫാർമ കമ്പനികളുടെ കാര്യത്തിനകത്ത് സമീപകാലത്ത് ഇന്ത്യ ലോകത്തിൻ്റെ ഒരു ഹബ്ബായി മാറുന്നത് ഫാർമ കമ്പനികളുടെ കാര്യത്തിലാണ്. പ്രത്യേകിച്ച് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി, വിദേശത്ത് കച്ചവടം ചെയ്യാനുള്ള അനുവാദം ലഭിക്കുന്നതിന് വേണ്ടി ഒക്കെ തന്നെയും വലിയ നിലയിൽ ഫാർമ കമ്പനികൾക്ക് പണം നൽകേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഫാർമ കമ്പനികളിൽ നിന്ന് എക്സ്റ്റോർഷൻ നടത്തി എന്ന് തെളിയിക്കുന്നതാണ് അവർ പണം കൊടുത്ത ഡേറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇവർ പണം കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ അനുമതി ലഭിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ കഥകൾ ഇനി പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല സിപ്ല, ഗ്ലെൻമാർക്ക് തുടങ്ങിയ കമ്പനികൾക്കെതിരെ നികുതി വെട്ടിപ്പിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അവർ ഈ പണം നൽകിയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ കാണണം. ഖനി കമ്പനികൾ, എന്തിനാ ഖനി കമ്പനികൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്തുന്നപ്പോൾ? ഇന്ത്യൻ ഖനി കമ്പനികൾക്ക് അവർക്ക് അനുമതി വേണം. അത് അനുമതി വേണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി BJP ആണ് എങ്കിൽ രണ്ടാമത്തെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആവുകയാണ്. മൂന്നാമത്തെ പാർട്ടി മാത്രമാണ് കോൺഗ്രസ് ആകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒന്ന്, BJPക്ക് പണം കൊടുത്താൽ ക്വിഡ് പ്രോക്കോ ഉണ്ടാകും. 2, കോൺഗ്രസ്സിന് പണം കൊടുത്താൽ BJPയുടെ വിരോധം സമ്പാദിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിരോധമുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് പണം മൂന്നാമതായി പോകുന്നതിൻ്റെ രഹസ്യവും അതാണ് എന്നുള്ളതാണ്. ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ബാങ്ക് അറിയിക്കുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് സംസ്ഥാനങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ മതി, അവിടേക്കാണ്. ഇപ്പോൾ നമ്മൾ BJPയെ മാത്രം വിമർശിക്കേണ്ട. BJP കേന്ദ്രവും കൂടുതൽ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ BJPക്ക് ഏറ്റവും കൂടുതൽ പണം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കൊൽക്കത്ത, വലിയൊരു വ്യവസായ നഗരമാണ്, വ്യവസായ സ്റ്റേറ്റാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. അവിടെ വലിയ നിലയിൽ ഈ പറയുന്ന ഖനികളുണ്ട്, വലിയ രീതിയിൽ സ്റ്റീൽ പ്ലാന്റുകളുണ്ട്. അവിടേക്കും കൂടുതലായി പണം ആർക്ക് കിട്ടുന്നു? TMCക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കർണാടകത്തിലും തെലങ്കാനയിലും ഇവിടെ ഹിമാചൽ പ്രദേശിലും ഭരണമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്നത്. പിന്നെ നേരത്തെ പണം കിട്ടിയതിൽ BRSന് അധികാരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഹൈദരാബാദിലെ കോർപ്പറേറ്റ് തലസ്ഥാനം കൂടിയാണ് ഹൈദരാബാദിലെ പാർട്ടിയായിട്ടുള്ള BRSനും വലിയ തുക കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സുപ്രീം കോടതി സംശയിച്ചതുപോലെയും ഇന്ത്യയിൽ ആകമാനമുള്ള ജനാധിപത്യവാദികൾ, ഈ പോരാട്ടം നടത്തിയിട്ടുള്ള ജനാധിപത്യവാദികളെല്ലാം സംശയിച്ചതുപോലെയും ഇത് ക്വിഡ് പ്രോക്കോ തന്നെയാണ്. കോർപ്പറേറ്റുകൾക്ക് അവരുടെ കൊള്ള മുതലിൻ്റെ ഒരു നിശ്ചിത ശതമാനം രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയെടുക്കുന്നു എന്നുള്ളതാണ്. അത് ഈ നാട്ടിൽ നടക്കാൻ അനുവദിച്ചതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ശരിയാണ്. അരുൺ ജെയ്റ്റ്ലിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നാൽ നമ്മളോട് മത്സരിക്കാൻ മറ്റു പാർട്ടികൾക്കാകില്ല എന്ന് കണ്ട് ചെയ്തത് തന്നെയാണ്. പക്ഷേ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാത്തതിലൂടെ ഇത്രയും വലിയ
കൊള്ളയടി ഈ രാജ്യത്ത് നടന്നതിൻ്റെ ഒരു ഉത്തരവാദി ഇന്ത്യയിലെ ജുഡീഷ്യറി കൂടിയാണ് എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. ശരി, നമുക്ക് ചർച്ചയിൽ ഒത്തുകളി എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോൾ കോടതി ചോദിച്ച മുഴുവൻ രേഖകളും നൽകാൻ SBI മടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കോടതി ചോദിച്ചത് എന്തുകൊണ്ട് എല്ലാ രേഖകളും കൈമാറുന്നില്ല എന്നുള്ളതാണ്. ബോണ്ട് നമ്പർ കൊടുത്തിട്ടില്ല. ഈ നമ്പർ അറിഞ്ഞാൽ അറിയാം ബോണ്ട് വാങ്ങിയവർ ആർക്കാണ് നൽകിയതെന്ന്. അപ്പോൾ നേരത്തെ ഈ വിവരങ്ങൾ സംയോജിപ്പിക്കാൻ സമയം വേണമെന്ന് SBI കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ജൂൺ 10 എന്നുള്ളതാണ്. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നൽകാനുള്ള സാവകാശമാണ് നേരത്തെ SBI ആരാഞ്ഞിരുന്നത്. അത് കോടതി നൽകുകയും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതിന്മേൽ കൂടുതൽ ഒരു തിരിച്ചടിയാണ് SBIക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ചങ്ങാത്ത മുതലാളിത്തത്തെ സ്ഥാപനവൽക്കരിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് ഇപ്പോൾ പാർലമെന്റിൽ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് എന്നൊക്കെ വാദിക്കാം. ആ രൂപത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചത് എന്ന ഒരു വാദം ഒരു വശത്ത് പറയാം. പക്ഷേ അതെങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അവർക്ക് അനുകൂലമാക്കി മാറ്റുന്നത് എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിനെങ്ങനെയാണ് പൊതുമേഖലാ ബാങ്കിനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. രാജ്യത്ത് അഴിമതിയില്ലാത്ത സർക്കാർ എന്ന അവകാശവാദമാണ് മോദി എല്ലാ കാലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണിപ്പോൾ ഇലക്ട്രൽ ബോണ്ടിലൂടെ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് BJPക്ക് വേണ്ടി എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു, ED പോലുള്ള കേന്ദ്ര ഏജൻസികളിൽ നിന്ന് രക്ഷ നേടുന്നു. ഇതാണ് കമ്പനികൾ നടത്തി വന്നിരിക്കുന്നത്. അതിന് സ്റ്റേറ്റ് ബാങ്കിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ CPMനെയും കോൺഗ്രസിനെയൊക്കെ ഇന്നിപ്പോൾ പത്തനംതിട്ടയിലെത്തിയിട്ട് മോദി വിമർശിക്കുകയുണ്ടായി. പക്ഷേ അതേ മോദി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവുണ്ടായ സമയത്ത് നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ കുചലന് കൃഷ്ണൻ കൊടുത്തതുപോലുള്ള ഔദാര്യം എന്നാണ് പറയുന്നത്. ആ ഔദാര്യം എന്ന് പറയുന്നത് 1300 കോടിയുടെയും 1000 കോടിയുടെയും ഔദാര്യമാണ് എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാൽ ഇപ്പോൾ 2019 ഏപ്രിൽ 12 മുതൽ 2024 ജനുവരി 24 വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ മുൻനിര 30 കമ്പനികളിൽ 14 എണ്ണമെങ്കിലും കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ നടപടികൾ പലപ്പോഴായി നേരിട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം, ഈ 1000 കോടിയോളം രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയ ഹൈദരാബാദ് ആസ്ഥാനമായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡിൻ്റെ കഥയാണ്. 2019 ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് ഈ കമ്പനിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്നു. തുടർന്ന് EDയും അന്വേഷണം ആരംഭിച്ചു. പെട്ടെന്ന് ആ വർഷം ഏപ്രിൽ 12 ഈ കമ്പനി 1000 കോടി രൂപയുടെ പോൾ ബോണ്ടുകൾ വാങ്ങുകയാണ്. പിന്നീട് സംഭവിച്ചത് ഈ കമ്പനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 14,000 കോടി രൂപയുടെ കരാർ ലഭിക്കുകയാണ്. അതെങ്ങനെയാണ് അപ്പോൾ സംഭവിക്കുന്നത്? ഒന്നുകിൽ ഭയപ്പെടുത്തുന്നു, അതിനുശേഷം പണം നൽകുന്നു, പിന്നീട് അവർക്ക് കരാർ ലഭിക്കുന്നു. ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ ഏറ്റവും കൂടുതൽ പണം നൽകിയ സാന്റിയാഗോ മാർട്ടിനാണെന്നതിൻ്റെ തെളിവുകളാണല്ലോ പുറത്തു വരുന്നത്. അപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിം ആൻഡ് ഹോട്ടൽ സർവീസസ് കമ്പനി ഏറ്റവും അധികം പണം ബോണ്ടുകൾ വഴി നൽകി. 1369 കോടി രൂപയുടെ കള്ളപ്പണ കേസിൽ ED നടപടി നേരിടുന്ന കമ്പനിയാണ് എന്നുള്ളതാണ്. ഈ എല്ലാ സമയത്തും ഈ സാന്റിയാഗോ മാർട്ടിൻ നേരത്തെയും വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും ഭരണത്തിൻ്റെ ഭാഗമാകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരത്തെയും സംഭാവന നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വിവാദങ്ങളും ഈ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. മ്യാൻമറിലെ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. 1988 തമിഴ്നാട്ടിൽ വന്ന് ലോട്ടറി ബിസിനസ് തുടങ്ങിയ ശേഷമാണ് പിന്നീട് അങ്ങോട്ട് പടിപടിയായി ഉയർച്ച. ലോട്ടറി കിങ് എന്ന പേര് നേടുന്നു. തമിഴ്നാട്ടിലെ DMKയുമായി ബന്ധം, ഇവിടെ കേരളത്തിൽ LDF സർക്കാരുമായി ബന്ധം, ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. മോദി അധികാരത്തിൽ വന്ന 2014 ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിമ റോസിനെ തമിഴ്നാട്ടിലെ ഇന്ത്യ ജനനായക കക്ഷിയിൽ അംഗമാക്കുന്നു. മോദിക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ടുള്ള പടം ഉണ്ടാകുന്നു. അത് വലിയ വിവാദങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു. ഈ മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ കാര്യങ്ങളും പറഞ്ഞല്ലോ. 980 കോടി റിലയൻസ് ബന്ധമുള്ളപ്പോൾ സുജയ പറഞ്ഞു റിലയൻസ് അത് നിഷേധിച്ചു എന്ന്. പക്ഷേ റിലയൻസുമായി ബന്ധമാണ് പുറത്തു വരുന്ന വിവരം. ഈ ക്വിക്ക് സപ്ലൈ ചെയിന് 410 കോടിയാണ് നൽകിയത്. കോവിഡ് വാക്സിൻ കരാർ നൽകിയ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 50 കോടി. ഈ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറച്ചുവെക്കാനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, SBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ഒത്തുകളി നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച ഇതിന്മേൽ മുഴുവൻ വിവരങ്ങളും കോടതിയിൽ പറയേണ്ട ഒരു സാഹചര്യം SBIക്കുണ്ട്. അത് കഴിഞ്ഞാൽ എന്താകും? അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രൂപത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട വിഷയമല്ലേ. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നു ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് മറുവാദം BJPക്ക് ഉന്നയിക്കാം. പക്ഷേ അപ്പോഴും ഈ രൂപത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒരു ഘട്ടത്തിൽ നിന്നു പോകുന്ന ഒരു സാഹചര്യം അല്ലേ.
ഈ പറയുന്ന കമ്പനികൾക്ക് പിന്നീട് വലിയ കരാറുകൾ ലഭിക്കുന്നു. ഈ സാഹചര്യമൊക്കെയാണ് നമ്മൾ പക്ഷേ കണ്ടുവരുന്നത്. ഇവർക്ക് ആർക്കെങ്കിലും എതിരെയുള്ള അന്വേഷണം നിന്നു പോയിട്ടുണ്ടോ? ഇ.ഡി. അന്വേഷണം സാന്റിയാഗോ മാർട്ടിന്റെ ഫ്രീസ് ചെയ്ത ആ എമൗണ്ട്, ആ കോടികൾ അയാൾക്ക് തിരിച്ച് വീണ്ടും അത് ഉപയോഗിക്കാനുള്ള നമുക്കറിയില്ല. അത് നമുക്ക് അല്ല, ഞാൻ പറയുന്ന അല്ല അല്ലല്ല പറയട്ടെ, സാന്റിയാഗോ മാർട്ടിന്റെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കണമെന്നാണ് മാഡത്തിന് സാന്റിയാഗോ മാർട്ടിൻ എനിക്ക് തിരിച്ചെന്തെങ്കിലും പറയട്ടെ ചെയ്യണമല്ലോ. പറയട്ടെ തിരിച്ചു ചെയ്ത കാര്യങ്ങളാണല്ലോ പറയുന്നത്. സാന്റിയാഗോ മാർട്ടിന് മുഴുവൻ സ്വത്തും ഫ്രീസ് ചെയ്യണമെന്നുള്ള ഉത്തരവുണ്ടായിരുന്നു. പക്ഷെ അതിന്മേൽ എന്ത് നടപടി ഉണ്ടായി? ആ നടപടികൾ എവിടെ എത്തി നിൽക്കുന്നു? പാതി വഴിയിലാണ്. 409 കോടി ഫ്രീസ് ചെയ്തപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ ഓടിപ്പോയി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നു. 100 കോടിയിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നു. അപ്പോൾ ഫ്രീസ് ചെയ്തതിന്മേലുള്ള ഫ്രീസ് നീങ്ങിയോ? ഇല്ല. അന്വേഷണം തുടർന്നു. എന്നിട്ട് എന്താണ് എന്താണ് നടക്കുന്നത്? കറന്റ്ലി എന്ത് നടക്കുന്നു? ഇതിങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാ നടക്കുക? അതെ, കരുവന്നൂരിലും ഇ.ഡി. അന്വേഷണം നടക്കുന്നത്. അത് വരുമല്ലോ. കരുവന്നൂർ അതാണ് പറഞ്ഞത്. ഓരോ ഘട്ടത്തിൽ ഏത് സമയത്തിന് അതിന് വേഗം കൂട്ടാം, ഏത് സമയം അതിന് വേഗം കുറയ്ക്കാം, അതിന്റെ പ്രോസസ്സാണ് പറഞ്ഞത്. അല്ലെ, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് ഈ രീതിയിൽ പല കമ്പനികളെയും സ്വാധീനിക്കുകയും കമ്പനികൾ ഭയന്നുകൊണ്ട് പണം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്മേൽ കൃത്യമായ മറുപടി പറയാൻ ഇതുവരെ ബി.ജെ.പിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തയ്യാറായോ? ഇതിന്മേൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് ഈ കുചേലൻ ശ്രീകൃഷ്ണൻ പറഞ്ഞല്ലാതെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പ്രതികരണം ഇന്നുണ്ടായി. കപിൽ സിബൽ പറഞ്ഞു വലിയ രൂപത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. SIT അന്വേഷണം വേണമെന്ന് പറഞ്ഞു. എന്ത് രൂപത്തിലാണ് ഇന്ന് ബി.ജെ.പി നേതാക്കൾ പ്രതികരിച്ചത്? ഇന്നിപ്പോൾ മോദി ഇപ്പോൾ പത്തനംതിട്ടയിൽ പ്രസംഗിക്കുമ്പോഴും ഇവിടെ UDF സർക്കാരിനെയും മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിനെയും LDF സർക്കാരിനെയും ഒക്കെ അഴിമതിക്കാരെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിലുള്ള മറുപടി എന്നൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഏറ്റവും വലിയ വിഷയമായി ഇന്ന് കോടതി എത്തുമ്പോൾ കോടതി പറയുമ്പോൾ അതിന് പ്രതികരിക്കേണ്ടത് പ്രധാനമന്ത്രിയാണോ? അതിന്റെ യുക്തി എന്താണ്? ഇത് ആര് നടത്തുന്ന കാര്യമാണ്? ഇത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് SBIയോട് നിങ്ങൾ ഡോക്യുമെന്റ്സ് കൃത്യമായി ഫർണിഷ് ചെയ്യൂ, നിങ്ങൾ ഇതിന്റെ നമ്പർ എവിടെ എന്നുള്ള തുടങ്ങിയ വിവരങ്ങൾ ഹാജരാക്കൂ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമന്ത്രിയാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ കുചേലൻ ശ്രീകൃഷ്ണനും പറഞ്ഞ എന്തിനാണ് പിന്നെ? നോക്കൂ, ഈ 2Gയുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ കപിൽ സിബൽ പറഞ്ഞത് അതാണ്. 2Gയുടെ കാര്യത്തിനകത്ത് എന്താണ്, ചില കമ്പനികൾക്ക് പ്രത്യേകമായ അനുമതി ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷം കോടി രൂപയുടെ അഴിമതി ആ കാലഘട്ടത്തിൽ നടന്നത് എന്നും അതിൻ്റെ പേരിൽ JBC അന്വേഷണം എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷണം നടന്നു. ഈ നോക്കൂ, ഇതുപോലെ തന്നെയാണ് ക്വിഡ് ഈ ക്വിഡ് കാര്യത്തിൽ കപിൽ സിബലിന് ഒറ്റ ആവശ്യമുള്ളൂ, നിങ്ങൾ ഒരു SIT അന്വേഷണം നടത്തണമെന്ന്, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങിൽ നടത്തണമെന്ന്. ആ കാലഘട്ടത്തിൽ 2Gയുടെ കാലഘട്ടത്തിൽ അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ളവർ ആവശ്യപ്പെട്ടിരുന്നത് വേറൊരു അന്വേഷണവും ഗുണകരമാകില്ല, കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം മാത്രമേ ഗുണം ചെയ്യൂ എന്നാണ്. സമാനമായ വിധത്തിൽ അത് പറയുന്നു. ഇതിനകത്ത് ക്വിഡ് എന്നുള്ള കാര്യത്തിൽ ഡിഫൻസ് പോലും ഇല്ലല്ലോ. കാരണം ആർക്കൊക്കെയാണ് സംഭാവന കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി പ്രഥമ ദൃഷ്ട്യാ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. BJP ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കൂടുതൽ കിട്ടുന്നു. രണ്ടാമത്തേത് ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ, കാരണം മഹാരാഷ്ട്രയിൽ BJPയുടെ തന്നെ ഭരണമാണ്. മറ്റ് വലിയ ബീഹാറിലും ഏതാണ്ട് BJP അങ്ങോട്ട് മാറിയും മറിഞ്ഞും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ BJPക്ക് തന്നെയാണ് അതിൻ്റെയൊക്കെ വിഹിതം പോകേണ്ടത്. പിന്നെ അടുത്ത സംസ്ഥാനം ബംഗാളാണ്. ബംഗാളിൽ ഈ കോർപ്പറേറ്റുകൾക്ക് മമതാ ബാനർജിക്ക് പണം കൊടുക്കണം. തൊട്ടടുത്ത കോർപ്പറേറ്റ് സംസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. BRSന് ആ നിലയിൽ പണം കിട്ടിയിരിക്കുന്നു. നമുക്ക് ഇവിടെ നമ്മൾ CPMനെയും ഇടതുപക്ഷ പാർട്ടികളെയും, പ്രത്യേകിച്ച് CPI പോലുള്ള ഇടതുപക്ഷ പാർട്ടികളെയും അങ്ങ് വിസ്മരിച്ചു പോകല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, പണ്ട് കാലങ്ങളിൽ CPM അറിയപ്പെട്ടിരുന്നത് 10 ലക്ഷം രൂപ ടാറ്റ നൽകിയപ്പോൾ അത് തിരിച്ചു കൊടുത്ത പാർട്ടി എന്നുള്ള നിലയിലാണ്. ഈ പാലോറ മാതയെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ വലിയ നിലയിൽ CPM പറയുമ്പോൾ പരിഹസിക്കാറുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ. നോക്കൂ, 643 കോടി രൂപ BRS പോലെ കേരളത്തിനേക്കാൾ കുറഞ്ഞ ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്തിൽ ലഭിക്കുമ്പോൾ CPM ആ 643 കോടി രൂപ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ഇവിടെയും കേരളത്തിലും സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേറ്റുകൾ CPMനെ സമീപിക്കുന്നുണ്ടാവും. ഈ 641 കോടി ഉണ്ടെങ്കിൽ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും സുഗമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി എപ്പോൾ ഈ 2024 ഒരു ഹർജി കൊടുത്ത് തൊട്ടടുത്ത ആഴ്ച വിധി വരുന്ന കാര്യത്തിലല്ല പറയുന്നത്. 2017 ആശയമിട്ട് 2024 ഇപ്പോൾ വിധി വരുന്ന കാലത്ത് ഈ പറയുന്ന 6 വർഷക്കാലം അല്ലെങ്കിൽ 7 വർഷക്കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പണം വേണം. ആ പണം യഥാർത്ഥത്തിൽ കിട്ടുന്നത് ഇതിൽ കൂടെയാണ് എന്ന് വരികിൽ അത് വേണ്ട എന്ന് തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ അഭിനന്ദിക്കാതെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. നേരത്തെ ഇവിടെ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞു. നോക്കൂ, ആ കാലഘട്ടത്തിൽ EP ജയരാജൻ ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് പണം വാങ്ങി, 2 കോടി രൂപ ബോണ്ട് വാങ്ങി എന്നുള്ളതാണ്.
ആ ബോണ്ട് രാഷ്ട്രീയ വിവാദമായതോടുകൂടി തിരിച്ചു കൊടുത്തു, ആ പണം തിരിച്ചു കൊടുത്തു. മാത്രമല്ല ആ ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു, അച്ചടക്ക നടപടിക്ക് വിധേയനാകേണ്ടി വന്നു. ഇന്നിപ്പോൾ അങ്ങനെ എന്തിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? കോൺഗ്രസ് ഇത്രയധികം പണം വാങ്ങിയില്ലേ, അല്ലെങ്കിൽ BJP ഇത്രയധികം പണമില്ല, അതിനകത്ത് ക്വിഡ് ഉണ്ടല്ലോ, സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് സുതാര്യത ഇല്ല എന്ന് പറഞ്ഞല്ലോ. ആരെങ്കിലും തിരിച്ചു കൊടുക്കാൻ പോകുന്നുണ്ടോ? ആർക്കെങ്കിലും എതിരെ നടപടിയെടുക്കാൻ പോകുന്നുണ്ടോ? അപ്പോൾ അവിടെ CPM എടുത്തിട്ടുള്ള റോള് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാൻ അദാനിയുടെയും അംബാനിയുടെയും കാര്യത്തിൽ ക്ലാരിഫൈ ചെയ്യാം. ഇന്ന് എനിക്ക് തോന്നുന്നു രാജ്ദീപ് സർദേസായി അടക്കമുള്ളവർ ട്വീറ്റ് ചെയ്തതിൽ ഏറ്റവും പ്രധാനം അംബാനിയും അദാനിയും ഇല്ല, അതിൽ അത്ഭുതമാണ്. നോക്കൂ, അദാനിയും അംബാനി എന്നൊക്കെ പറയുന്നത് ATM ആണ് BJPയുടെ. എല്ലാ കാര്യങ്ങൾക്കും അവിടെ നിന്നാണ് BJPക്ക് പണം കിട്ടുന്നത് എന്നുള്ളതാണ്. ഞാനൊന്ന് പൂർത്തിയായിക്കൊള്ളട്ടെ. നോക്കൂ, ഈ രാജ്യത്തെ എയർപോർട്ടുകൾ, ഈ രാജ്യത്തെ സീപോർട്ടുകൾ, ഈ രാജ്യത്തെ ഖനികൾ, ഈ രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ, നോക്കൂ, ആകാശവും ഭൂമിയും അദാനിയുടെ കയ്യിലാണ്. അങ്ങനെയുള്ള അദാനിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടായ 1361 കോടിയല്ല. യഥാർത്ഥത്തിൽ ഈ BJPയുടെ അല്ലെങ്കിൽ ഈ ഭരണ പാർട്ടികളുടെ വിമാനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, ഈ പറയുന്ന ഇവരുടെ ഹെലികോപ്റ്ററുകൾ കൺട്രോൾ ചെയ്യുന്നത്, ഇവരുടെ എല്ലാ അടിസ്ഥാന സൗകര്യവും കൺട്രോൾ ചെയ്യുന്നത് ഈ രണ്ട് ഭീമന്മാരാണ്. നമ്മൾ ഈ അടുത്ത ദിവസം അംബാനിക്ക് കൊടുത്തിട്ടുള്ള ഒരു ആനുകൂല്യം അറിഞ്ഞാൽ തന്നെ നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്താൻ തോന്നില്ലേ? ജാംനഗർ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് എയർപോർട്ടിന് ഇന്റർനാഷണൽ സ്റ്റാറ്റസ് കൊടുത്തു വെറും 10 ദിവസത്തേക്ക്. എന്താണെന്നറിയാമോ? ആ അംബാനിയുടെ മോൻ്റെ കല്യാണം ഉണ്ട് അവിടെ നടക്കുന്നത്. അംബാനിയുടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി എത്ര കൊല്ലം കേന്ദ്ര സർക്കാരിന്, അതും ഒരു എയർപോർട്ടിന്, സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എയർപോർട്ടിന് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് കിട്ടാൻ എത്ര കൊല്ലം കേന്ദ്ര സർക്കാരിനോട് ഇതിനു മുമ്പ് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വലിയ കായിക ഇനം നടക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ഏഷ്യ കപ്പോ മറ്റോ ആണെന്ന് തോന്നുന്നു, നടക്കുന്ന സമയത്ത് ആ സമയത്താണ് ആകെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതൊരു ചെക്കൻ്റെ കല്യാണത്തിന്, ആ ചെക്കൻ്റെ കല്യാണം നടത്തിയത് 1400 കോടിയാണ്. അതിൻ്റെ കണക്ക്, വരവ് ചെലവ് കണക്കിൽ 1400 കോടിയാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും ഉണ്ടാവും നമുക്കറിയില്ല. 1400 കോടിയാണ്. എങ്ങനെയാണ് നേരത്തെ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ ഈ ചങ്ങാത്ത മുതലാളിത്തം കൊണ്ട് മാത്രം ഒരു വലിയ മുതലാളിക്ക്, ഇന്ത്യയെ പോലെ 10-80 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിന് കീഴിൽ ജീവിക്കുന്ന രാജ്യത്ത് 1400 കോടി നാണമില്ലാതെ ഒരു കല്യാണത്തിന് ചെലവാക്കാൻ നമ്മുടെ നാട്ടിലെ ഒരു മുതലാളിക്ക് സാധിക്കുന്നു എന്നുള്ളതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അയാളുടെ കല്യാണത്തിന് എന്നാൽ പിന്നെ പിടിച്ചോ ഒരു ഇന്റർനാഷണൽ സ്റ്റാറ്റസ്, വിമാനത്താവളത്തിന് കോടികൾക്ക് ചില ആഡംബരമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു വലിയ നീതികേട് തന്നെയാണ്. ഇത് നോക്ക്, ഈ 32% നിന്ന് 20% കോർപ്പറേറ്റ് ടാക്സ് വന്നപ്പോൾ 1,45,000 കോടി രൂപയാണ് ഈ കോർപ്പറേറ്റുകൾക്ക് ലാഭം. എന്ത് കാരണത്താലാണെന്നറിയാമോ ഈ കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറച്ച് കൊടുത്തത്? പണ്ട് കോവിഡ് വന്ന കാലഘട്ടത്തിൽ അതിൻ്റെ പേരിൽ കോവിഡ് പോയി ഇവിടെ ലോകത്ത് വേറെ പല കാര്യങ്ങളും നടന്നു, എന്നിട്ടും ആ പറയുന്ന സ്ലാഷ് ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സ് തിരിച്ചെടുത്തിട്ടില്ല. കാരണം എന്താ എടുക്കാത്തത്? കാരണം ഇവരെല്ലാം നമ്മുടെ കുടുംബക്കാരാണേ, നമ്മുടെ കമ്പനിക്കാരാണേ. ശരി, നേരത്തെ മാഡം ചോദിച്ചല്ലോ അദാനിയുടെ പേര് വന്നതിലെ എന്താണ് അതിൽ വ്യക്തത എന്ന്. ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ആ കമ്പനിയാണല്ലോ, അധികം പ്രശസ്തമൊന്നുമല്ല, ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ് വരുന്നത് നവി മുംബൈ ധീരുഭായ് അംബാനി നോളജ് സിറ്റിയിലാണ്. പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ഇതിന് ബന്ധമുണ്ട്. ഇതാണല്ലോ ഉയർത്തുന്ന ആരോപണം. അത് ആണ് ഏറ്റവും ലാർജസ്റ്റ് ഡോണേഴ്സിന്റെ ലിസ്റ്റിൽ മൂന്നാമത് നിൽക്കുന്ന കമ്പനി. ഇലക്ട്രൽ ബോണ്ട്സ് കൊടുത്തതിൽ അവർ 410 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി 2021, 22, 2023, 24 കാലഘട്ടത്തിൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കമ്പനി എന്ന് പറയുന്നത്, അതായത് ഈ ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് റിലയൻസിന്റെ ഒരു എൻറ്റിറ്റിയുടെയും സബ്സിഡിയറി അല്ല. അത് ആ സ്ഥാപനം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ അതല്ലെങ്കിൽ മറിച്ചാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവ് വേണം. സബ്സിഡറി കമ്പനിയല്ല, അതിന്റെ മൊത്തം വിറ്റുവരവ് എത്രയാ? ഏതാ, ക്വിക്ക് സപ്ലൈ ചെയിൻ്റെ ആണോ? ക്വിക്ക് സപ്ലൈ ചെയിൻ മൊത്തം വിറ്റുവരവ് എന്ന് പറയുന്നത് 400 ചില്ലുവാനം കോടി രൂപയാണ്. ഇവർ 410 കോടി രൂപയുടെ ബോണ്ടാണ് എടുത്തിരിക്കുന്നത് ഒന്ന്. അപ്പോൾ നമ്മളെ വിറ്റുവരവ് 10 രൂപയാണെങ്കിൽ, ഈ റിപ്പോർട്ടർ TVയുടെ വിറ്റുവരവാണ്, വിറ്റുവരവ് 10 രൂപയാണെങ്കിൽ നമ്മൾ 10 രൂപ എന്ത് ചെയ്യുന്നു? ബോണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ പറയുന്ന 410 കോടി രൂപ ഇവർ കൊടുത്തിരിക്കുന്ന ബോണ്ടിൻ്റെ 410 കോടി രൂപയുടെ 1/4% മാത്രമാണ് ലാഭം. മൊത്തം വിറ്റുവരവ് വേറെ, മൊത്തം വിറ്റുവരവിൻ്റെ അത്രയും ഇവർ ബോണ്ട് എടുക്കുന്നു. അതിൻ്റെ മൊത്തം ഈ പറയുന്ന ബോണ്ടിൻ്റെ 1/4% മാത്രമാണ് ലാഭം. അതായത് നമുക്ക് 2.5 രൂപയാണ് നമ്മുടെ ലാഭം എന്ന് വിചാരിക്കുക. റിപ്പോർട്ടർ TVയുടെ
നമ്മൾ കൊടുക്കുന്നത് 10 രൂപ നമ്മൾ ബോണ്ട് കൊടുക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ വരുന്നു, വാ മോനെ നീ രാഷ്ട്ര പുനർനിർമ്മാണം നടത്തൂ, ജനാധിപത്യം പരിപോഷിപ്പിക്കൂ, അതുകൊണ്ട് എനിക്ക് ലാഭം 2.5 രൂപയേ ഉള്ളൂ, ഞാനൊരു കാര്യം ചെയ്യാം, 10 രൂപ നിൻ്റെ പോക്കറ്റിലിട്ട് തരാം എന്ന് പറയുന്നു. അങ്ങനെ വളരെ ജനാധിപത്യത്തോട് ഇത്രയധികം താല്പര്യമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങളല്ല, കോർപ്പറേറ്റുകളാണെന്ന് പറയേണ്ടി വരും. ഈ ക്വിക്ക് സപ്ലൈ ചെയിൻ റിലയൻസുമായിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ സ്ഥാപിക്കുകയാണ്. നമ്മളല്ല സ്ഥാപിക്കുന്നത്, അത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണല്ലോ പറയേണ്ടത്. അവർ തന്നെ ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയാണ്. അത് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്കെല്ലാം അതിന്റെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തണമല്ലോ. അങ്ങേക്ക് ഒരു കമ്പനിയുടെ അങ്ങനെയാണല്ലോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ഇത് ഷാഡോ കമ്പനി ഷെൽ കമ്പനി ഒന്നല്ല, ഇതൊരു ലെസ് നോൺ കമ്പനിയാണ്. ക്വിക്ക് സപ്ലൈ ചെയിനും റിലയൻസ് തമ്മിൽ ഒരു ബന്ധമില്ല. ഓഫീസറും റിലയൻസുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ CFO ആയിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിന്റെ മറ്റ് സ്ഥാപനം നടത്തുന്നതോ അല്ലെങ്കിൽ അനധികൃതമായി ഫിനാൻസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറൊരു കമ്പനി നടത്താം. അല്ല, റിലയൻസ് പക്ഷേ അദ്ദേഹം നടത്തുന്ന കമ്പനി ഈ പറയുന്ന തന്റെ ലാഭത്തിന്റെ 4 ഇരട്ടി പണം ബോണ്ട് കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ജനാധിപത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ഉൾക്കടമായിട്ടുള്ള എന്താ പറയുക താല്പര്യം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ബോണ്ട് വാങ്ങിയ 14 കമ്പനികളുണ്ടല്ലോ, ഈ 14 കമ്പനികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികൾ. ആ കമ്പനികൾക്ക് ഒരു സഹായവും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല എന്ന് സുജി ഉറപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ കമ്പനികൾ പണം നൽകിയെന്ന് പറയുന്ന ആ ടൈം പീരീഡിന് ശേഷവും EDയുടെ അന്വേഷണം നടന്നിട്ടുണ്ട്. അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് പ്രൂവ് ചെയ്യാം. അതായത് നിർമ്മല സീതാരാമൻ എന്നതിന് ഇക്കാര്യത്തിൽ ഈ ലിങ്ക് സംബന്ധിച്ച്, അതായത് ഇപ്പോൾ പറഞ്ഞ ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നത്, ഞാൻ ധനമന്ത്രിയാണ് കോട്ട് ചെയ്യുന്നത്, നിർമ്മല സീതാരാമന്റെ സൗണ്ട് ബൈറ്റ് ആണ്. നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ ഏജൻസികളുടെ ഫംഗ്ഷനിങ്ങും ഈ കൊടുത്തിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ മറുപടി അല്ലല്ലോ ധനമന്ത്രി നൽകുന്ന. ധനമന്ത്രി പറഞ്ഞാൽ അത് സത്യമാണെന്നൊന്നുമില്ല. മുഖ്യമന്ത്രി പറയുന്നതാണോ? ഒരു മിനിറ്റ്, അത് അങ്ങനത്തെ രാഷ്ട്രീയ മറുപടി അല്ല എനിക്ക് വേണം. സുജിയാൻ ചോദിക്കുന്ന അന്വേഷണം നടക്കുന്നില്ല എന്ന് സുജി ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നടക്കുന്നുണ്ട് എന്ന് കൃത്യമായ ഒരു മറുപടി അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ചീഫായ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഞാൻ അംഗീകരിക്കില്ല എന്ന് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാത്ത കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെ പറയും. രാഷ്ട്രീയ മറുപടി നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറയും. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതോ അന്വേഷണം ക്ലോസ് ചെയ്തോ? ഈ 2 ചോദ്യങ്ങളാണല്ലോ. ഇതിനിടയിലെ കാര്യങ്ങളുണ്ട്. ഇപ്പോ BRS തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ NDAയിൽ ചേരും എന്നുള്ളതായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. അപ്പോൾ NDAയിൽ ചേരുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ ഇപ്പോൾ കവിതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? നോക്കൂ, നമ്മളിപ്പം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും NDA മുന്നണി ആയിക്കഴിഞ്ഞല്ലോ. തെലങ്കാനയിൽ BRS NDAയിൽ ചേരുന്നില്ല, ഉടനെ കവിത അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കവിത നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. ഏത് കാലഘട്ടത്തിലാണ് ഡൽഹി മദ്യ കേസ് ഉണ്ടാകുന്നത്? എത്ര കാലമായി ഡൽഹിയിലെ മനീഷ് സിസോദിയ അടക്കമുള്ള മന്ത്രിമാർ അറസ്റ്റിലായപ്പെട്ട് ജയിലിലാക്കപ്പെട്ടിട്ട് 1 വർഷത്തിൽ മേലെ ആയില്ലേ? എന്താ അവരുടെ തന്നെ പങ്കാളിത്തം ഉണ്ടല്ലോ കവിതാ റാവു ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ, ഇന്നാണല്ലോ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അല്ല, ഞാൻ പറയുന്നത് അന്വേഷണം പല വിധത്തിൽ നടത്താം സുജയ. അന്വേഷണം എനിക്കിപ്പോൾ സുജയുടെ കയ്യിൽ നിന്ന് 450 കോടി രൂപ ബോണ്ടായി കിട്ടണം എന്നുള്ളത് കൊണ്ട് സുജയ്ക്കെതിരെ ഞാനൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ വേദിയിൽ വന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ്? മുൻകാലങ്ങളിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്യും. കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അക്കാര്യത്തിൽ വിചാരണ നടക്കും. വിചാരണ നടന്നതിന് ശേഷമാണ് കുറ്റക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്തി ഒന്നുകിൽ ജയിലിൽ അകത്താവുകയോ അല്ലെങ്കിൽ പുറത്താവുകയോ ചെയ്യുക. ഇതിപ്പോൾ ഒരാളെ കുറ്റക്കാരനാകണം എന്ന് കാണുന്നു, അയാളെ പിടിച്ച് ജയിലിലിടുന്നു. ജയിലിലിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അന്വേഷണം നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വിചാരണ നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അയാളെ എത്ര കാലം ജയിലിലിടണോ അതിനുശേഷം മാത്രമേ ആ കേസ് പൂർത്തിയാക്കുള്ളൂ. അതാണ് പുതിയ ED കാലം. ഈ ഉത്തരകാശിയിൽ സിൽക്കാരയിൽ തകർന്നു വീണ തുരങ്കത്തിന്റെ നിർമ്മാതാക്കളായ നവയുഗ് കമ്പനിയും ബോണ്ട് വാങ്ങിയവരിലുണ്ട് കേട്ടോ. അപ്പോൾ അവരിലേക്കുള്ള അന്വേഷണം ഇതുവരെ പോകും. കവിതയുടെ അറസ്റ്റ് ED ഡൽഹി ലിക്കർ കേസിൽ നടത്തിയത് റെയ്ഡിന് ശേഷമല്ലേ? ഹൈദരാബാദിലെ റെസിഡൻസിൽ എന്നിട്ട് റെയ്ഡിന് ശേഷമല്ലേ? അല്ല, വെറുതെ അങ്ങ് പോയി കവിത ഞാൻ ചോദിക്കുന്നു, ഒരു അന്വേഷണവും നടക്കുന്നില്ല, കവിത ദാ വരൂ അറസ്റ്റ് ചെയ്യട്ടെ, അങ്ങനെയൊന്നും അല്ലല്ലോ നടന്നത്.
കെ കവിതയുടെ ഓരോ സമയമുണ്ട്. ചോദ്യം ചെയ്യലും അറസ്റ്റും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നത് സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടന്നിരുന്നു സുജയ. അത് സുജയും വായിച്ചിട്ടുണ്ട്. ട്വിറ്റർ അടക്കമുള്ള വലിയ ഹാൻഡിലുകളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടില്ല, ബിആർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ ബി ജെ പിക്ക് പറ്റിയത്? യഥാർത്ഥത്തിൽ ഈ ബി ആർ എസുമായി ഒരു ഒളിച്ചുകളി നടത്തിയത് കൊണ്ടാണ് കോൺഗ്രസ് മാത്രമേ ഒരു ബി ആർ എസിനെതിരായ ശക്തിയുള്ളൂ എന്ന് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിനെ പിടിച്ച് ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് മുന്നിൽ വരാൻ പറ്റുമായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അത് തിരിച്ചറിഞ്ഞു ബി ജെ പി എന്നാണ് ഇപ്പോൾ കവിതാ റാവുവിൻ്റെ അറസ്റ്റ്. ശരി, നമുക്കിത് അവസാനിപ്പിക്കുക. ഒരു വിഷയം കൂടി ഉള്ളത് കൊണ്ടാണ്. ബോണ്ടിൽ ഒത്തുകളിയോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 1. Meet the editors.